ചക്രാസ് കിച്ചൺ അഗെയിൻ. ഇന്ന് നല്ല മഞ്ഞൊക്കെ വീണിങ്ങനെ വെളുത്ത് കിടക്കുകയാണ്. എന്നിട്ട് നല്ല സുഖമാണ്. ഒരു പിസ്സ ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ട് ഞാനൊരു ഹോം മെയ്ഡ് പിസ്സ ശരിയാക്കാൻ പോവാണ്. ഓക്കെ, അതിനായിട്ട് 2 കപ്പ് മൈദ, ഇതായത് ഓൾ പർപ്പസ് മൈദയാണ്. 2 കപ്പ് മൈദ എടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു. ഒരു ടീസ്പൂൺ ഷുഗർ ഇട്ടു. ഇനിയും ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ലതായിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുകയാണ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതായത് ബട്ടർ ചിക്കൻ മസാല വെച്ചിട്ട് ചിക്കൻ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺ ഓയിൽ ഒഴിച്ചു. ഏതെണ്ണ വേണേലും ഒഴിക്കാം, ഞാനിപ്പം കോൺ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അത് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാൻ പോകണം. അന്നേരം നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനി ഒരു മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോവാണ്. ഓക്കെ, ഇനിയും ഇതിന് വേണ്ടിയത് ഞാനൊരു 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്, അത് ബട്ടർ ചിക്കൻ മസാല വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തതാണ്. പിന്നെ ഒരു യെല്ലോ പെപ്പർ, പിന്നെ അനിയൻ കട്ട് ചെയ്തത്, അത് 1 ഒണിയനാണ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടിയത്. പിന്നെ 3 ഹോട്ട് ഡോഗ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനതൊന്ന് വഴറ്റിയെടുക്കാൻ പോവാം. ഫ്ലെയിം ഓണാക്കി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. കോൺ ഓയിലാണ്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. അതിട്ടൊന്ന് അതൊന്ന് വഴറ്റുകയാണ്. ഇത് കൂടുതൽ വഴലണ്ട, പിന്നെ പിസ്സയ്ക്കകത്ത് വെച്ച് ഒന്നുകൂടെ വേവിക്കില്ല, അതുകൊണ്ട് കൂടുതൽ വഴറ്റുന്നില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊന്ന് പോകാൻ വേണ്ടി മാത്രം. അതൊന്നേരം അതായി. ഞാൻ പിസ്സ വെക്കാനുള്ള പാത്രം വെച്ചു. അതിനകത്തൊരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മൊത്തം ഒന്ന് പരത്തുകയാണ്. ഇത് നോൺ സ്റ്റിക്ക് ആയിരുന്നാലും ജസ്റ്റ് ഒന്ന് മയത്തിന് വേണ്ടിയിട്ട് പരത്തുന്നുള്ളതേ ഉള്ളൂ. അന്നേരം റെഡിയായി. അതുപോലെ ആ ഉള്ളി അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റി കാണും. രണ്ട് നുള്ളും ഉപ്പ് അതിനകത്തോട്ടിടുകയാണ്. ഇനി നമ്മുടെ കുഴച്ച് വെച്ചേക്കുന്ന മാവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നീഡ് ചെയ്യാൻ പോകണേ. ഇനിയും ഈ ബെൽ പെപ്പറും കൂടെ അതിനകത്തിടുകയാണ്. അന്നേരം ഇത് ഞാൻ
പരത്തുകയാണ്. ഇത് ഞാനത് പരത്തി ഇനി ഓൺ ചെയ്യാൻ പോവാണ്. അത് ഒരു സൈഡ് ഒന്ന് ശരിയാകുമ്പോൾ അതൊന്ന് തിരിച്ചിടും. എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ അതിനകത്ത് ചേർക്കത്തുള്ളൂ, അതിൻ്റെ മുകളിൽ ചെയ്യത്തുള്ളൂ. ഇനി ഇത് ഞാൻ തിരിച്ചിടാൻ പോവാണ്. തിരിച്ചിട്ടു. ഇനി ഞാൻ ടൊമാറ്റോ സോസ് പുരട്ടുകയാണ്. ഇത് ഹോം മെയ്ഡ് പിസ്സ സോസാണ്. ഞാൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ടൊമാറ്റോ വെച്ചിട്ടുണ്ടാക്കിയാണ്. ഇനിയും മസാല ചീസ് ഇടുകയാണ്. അതിട്ടു. ഇനിയും ഹോട്ട് ഡോഗ് ഇടുകയാണ്. അതുപോലെ ഓണിയൻ ആൻഡ് ബെൽ പെപ്പർ അതുകൂടി ഇടുകയാണ്. ഇതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ്. ഇനിയും ബട്ടർ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത്, അത് ബട്ടർ ചിക്കൻ്റെ മസാലയൊക്കെ ഇട്ട് ചെറുതായിട്ട് വറുത്തതാണ്, കൂടുതൽ വറുത്തിട്ടില്ല. അതുകൂടെ ഇതിൻ്റെ മുകളിലിടുകയാണ്. അതിട്ടു. ഇനിയും കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനിയും ചീസ് ഇടുക. ഇനിയും ഇച്ചിരി ഗാർലിക് പൗഡറും കൂടെ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. അത് ചെയ്തു. ഇനിയും ഇച്ചിരി ഒറിഗാനോ അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യത്തേ ഉള്ളൂ, കൂടുതൽ വേണ്ട. ചിലർക്ക് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമല്ല. അതിട്ടു. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ്, 15 മുതൽ 20 മിനിറ്റ് വരെ അതൊന്ന് കുക്ക് ചെയ്യണം. ഇച്ചിരി കൊറിയാൻഡർ ലീവ്സും കൂടെ ഇടുകയാണ്. സിലാൻട്രോ അതുകൂടി ഇടുകയാണ്. കൂടുതലിടുന്നില്ല, കുറച്ചിടും. ഇവിടെ അടച്ച് വെക്കട്ടെ. അടുത്തൊരു 7 മിനിറ്റ് കൂടെ അത് വേണം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ പിസ്സ റെഡിയായി. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി ഞാനത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ പിസ്സ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കഴിച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. യം യം. So yummy. Thanks for watching Chakra's Kitchen. If you like this video, please like and share. And please don't forget to subscribe my cooking channel, Chakra's Kitchen.
Also, please press the bell button so you will get all the notifications. And please let me know if you have any comments or suggestions. Thank you. Bye now. Take care. ഞാനിന്ന് ബട്ടർ ചിക്കൻ പിസ്സ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പുറത്ത് നല്ല സ്നോ ആണ്, അപ്പോൾ ചൂടോടെ ഒരു പിസ്സ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വളരെ നന്നായിട്ടുണ്ട്. ബേസ് തൊട്ടേ എല്ലാം ആൻറ്റി തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ വെജിറ്റബിൾസും ചിക്കനും ചീസും ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. വളരെ സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഷോപ്പിൽ കിട്ടുന്നേക്കാളും നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ആൻറ്റി.